പിണറായി വിജയൻ ഇനി വരാൻ പാടില്ല എന്നുള്ളത് ജനങ്ങളുടെ നിശ്ചയദാർഢ്യമാണ്. പിണറായി വിജയൻ വരരുത്. തെരഞ്ഞെടുപ്പിന്റെ ഡേറ്റ് വന്നപ്പോൾ ആദ്യത്തെ അല്ലെങ്കിൽ ഭരണപക്ഷത്തിന്റെ ആദ്യത്തെ പോസ്റ്റർ ധർമ്മടത്ത് ഞങ്ങളുടെ നേതാവ് ഇതാ മത്സരിക്കുന്നു, അതാണ് ആദ്യത്തെ പോസ്റ്റർ. 10 വർഷം കൊണ്ട് ആവിഷ്കരിച്ച് പണം കണ്ടെത്തി നടപ്പിലാക്കിയ ഒരൊറ്റ ബിഗ് ടിക്കറ്റ് പ്രോജക്റ്റിന്റെ പേര് പറയൂ എന്ന് ചോദിച്ചാൽ അവർക്കത് പേര് പറയാനില്ല. പവർ കട്ടില്ലാത്ത കേരളം എന്ന് സ്ഥാപിക്കാൻ വേണ്ടി നിങ്ങൾ കഴിഞ്ഞ 10 വർഷം കൊണ്ട് എത്ര മെഗാവാട്ട് വൈദ്യുതി നിങ്ങൾ ഉത്പാദിപ്പിച്ചു? കോൺഗ്രസിന്റെ അജണ്ട പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള ഭരണം കഴിഞ്ഞ 10 വർഷം തകർത്ത കേരളത്തെ തിരിച്ചു പിടിക്കുക എന്നുള്ളത്. നമസ്കാരം, നേഷൻ ഫസ്റ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കോൺഗ്രസ് KPCC വക്താവായിട്ടുള്ള രാജു പി നായരാണ് നമ്മളോടൊപ്പം ഉള്ളത്. നമസ്കാരം സർ. നമസ്കാരം. കോൺഗ്രസിന്റെ ഒരു നിലവിലെ ട്രെൻഡ് എന്ന് പറയുന്നത് ഭരണവിരുദ്ധത കൃത്യമായി ജനങ്ങളിലുണ്ട്. അതോടൊപ്പം തന്നെ കോൺഗ്രസ് അനുകൂലമായ ഒരു സാഹചര്യമാണ്. എന്താണ് കോൺഗ്രസിന്റെ പുതിയ നിലപാടുകൾ? സ്ഥാനാർത്ഥി പ്രഖ്യാപനങ്ങൾ പൂർണ്ണമായിട്ടില്ല എന്നറിയാം, എന്നാലും പൂർണ്ണമായിട്ട് എല്ലാ മണ്ഡലങ്ങളിലേക്കും വൻ ഭൂരിപക്ഷത്തിൽ ജയിക്കുമെന്ന സാധ്യത തന്നെയാണോ? അല്ല, ഇവിടെ ഇപ്പൊ ഭരിച്ചുകൊണ്ടിരിക്കുന്ന സർക്കാരിനെതിരായിട്ടുള്ള വലിയ വികാരം ജനങ്ങളുടെ ഇടയിലുണ്ട് എന്നുള്ളത് കഴിഞ്ഞ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ തെരഞ്ഞെടുപ്പോടുകൂടി ജനങ്ങൾക്ക് വ്യക്തമായിട്ടുണ്ട്. ഒരുപക്ഷെ കോൺഗ്രസ് പോലും പ്രതീക്ഷിക്കുന്നതിന്, UDF പോലും പ്രതീക്ഷിക്കുന്നതിനേക്കാൾ വലിയ വിജയമായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ആ ഭരണവിരുദ്ധ വികാരം ഇന്ന് നിലനിൽക്കുന്നുണ്ട്. അത് ഇനിയൊരു അവസരം ഇവർക്ക് കൊടുക്കാൻ പാടില്ല എന്നുള്ളൊരു നിർബന്ധ ബുദ്ധിയോടുകൂടിയാണ് ഇന്ന് ജനങ്ങൾ നിൽക്കുന്നത്. അത് തീർച്ചയായിട്ടും നിഷ്പക്ഷരായിട്ടുള്ളത് മാത്രമല്ല, അല്ലെങ്കിൽ UDFന്റെ അനുഭാവികൾ മാത്രമല്ല, LDFന്റെ അനുഭാവികൾ പോലും ഇനിയൊരു അവസരം ഈ പാർട്ടിയെ തന്നെ ഇല്ലാതെയാക്കും. LDF ആഗ്രഹിക്കുന്നുണ്ട് ഒരു ഭരണമാറ്റം ഉണ്ടാവണം എന്നുള്ളത്. LDF, CPMന്റെ നേതാക്കന്മാരും അണികളും ഉൾപ്പെടെ നേതാക്കന്മാർ തന്നെയുണ്ട്. അപ്പോൾ ഞങ്ങളൊക്കെ പ്രാദേശിക നേതാക്കന്മാരോട് സംസാരിക്കുമ്പോൾ തന്നെ നമുക്കത് കിട്ടും. ഇനിയൊരു ഭരണവും കൂടി ഉണ്ടായാൽ ഈ പാർട്ടി ഇവിടെ ഉണ്ടാവില്ല എന്നുള്ളൊരു അവസ്ഥയിലേക്ക് അവർക്ക് ചിന്ത വന്നിട്ടുണ്ട്. തീർച്ചയായിട്ടും ബംഗാളൊക്കെ അവരെ സംബന്ധിച്ച് ഒരു പേടിപ്പിക്കുന്ന ഓർമ്മയാണ്. അപ്പോൾ CPM രക്ഷപ്പെടണം എന്ന് ആഗ്രഹിക്കുന്നവർ പോലും ഇന്ന് കോൺഗ്രസിന് വോട്ട് ചെയ്യാൻ പോകുന്ന ഒരു സാഹചര്യം ഇന്ന് നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ അത് തീർച്ചയായിട്ടും ജനങ്ങളുടെ ഇടയിൽ വലിയ തോതിൽ അവർ കഴിഞ്ഞ 10 വർഷമായിട്ട് അനുഭവിച്ച ദുരിതങ്ങളാണ്. അതിനൊരു മാറ്റം ഉണ്ടാവണം എന്നുള്ളത് ചെയ്യുന്നുണ്ട്. അതേസമയം UDFന്റെ നേതൃത്വത്തിൽ ഇപ്പോൾ പ്രതിപക്ഷ നേതാവ് VD സതീശൻ നയിച്ച പുതിയ യാത്ര ഉൾപ്പെടെ ശ്രീ VD സതീശന് ഒരു പ്രോമിസിങ് ലീഡറായിട്ട് ജനങ്ങളുടെ മുമ്പിൽ എത്താൻ സാധിച്ചിട്ടുണ്ട്. മാത്രമല്ല പലപ്പോഴും ഒരു കൺവെൻഷണൽ സ്റ്റൈലിലേക്കുള്ള ഒരു രാഷ്ട്രീയത്തിനപ്പുറം UDF പുതിയ പദ്ധതികൾ, അല്ലെങ്കിൽ എന്താണ് നമ്മൾ അടുത്ത 5 വർഷത്തേക്ക് കേരളം എങ്ങനെ ആവണം എന്നാണ് ആഗ്രഹിക്കുന്നത് എന്നുള്ളതിനെ സംബന്ധിച്ചൊരു മാസ്റ്റർ പ്ലാനോ ബ്ലൂ പ്രിന്റോ ഒക്കെ വേണമെങ്കിൽ പറയാം. ആ ബ്ലൂ പ്രിന്റ് ജനങ്ങളിലേക്ക് എത്തിക്കാൻ സാധിച്ചിട്ടുണ്ടല്ലേ? തീർച്ചയായിട്ടും ഉണ്ട്. കാരണം അതിപ്പോൾ നമുക്ക് സമൂഹ മാധ്യമങ്ങളിൽ പ്രത്യേകിച്ച് ഇന്ന് ജെൻസിയൊക്കെ ഉള്ള ഇൻസ്റ്റയിൽ ഉൾപ്പെടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് അതിനകത്തുള്ള റെസ്പോൺസ് കാണാൻ പറ്റും. കാരണം അവരെ സംബന്ധിച്ചുള്ള അവരെ പരിഗണിക്കപ്പെടുന്നു എന്നുള്ളത് കൂടി വലിയൊരു വിഷയമാണ്. അപ്പോൾ അവർ പരിഗണിക്കുന്ന, അവർക്ക് കൂടി ഒരു സ്റ്റേക്കുള്ള ഒരു സർക്കാർ വരും എന്നുള്ളത് തീർച്ചയായിട്ടും അവരുടെ ഒരു പ്രതീക്ഷയാണ്. അത് ഇവരിപ്പോൾ ഇന്ന് അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ദുരിതം വെച്ച് നോക്കുമ്പോൾ അവർക്ക് പ്രതീക്ഷ നൽകുന്നുണ്ട്. തീർച്ചയായിട്ടും ആ പ്രതീക്ഷകളെല്ലാം കോൺഗ്രസിന് അനുകൂലമായി മാറും, UDFന് അനുകൂലമായി മാറും. അപ്പോൾ അതേപോലെ തന്നെ ഒരുപാട് വിഷയങ്ങൾ ഈ അടുത്ത കാലത്തായി നമ്മൾ ചർച്ച ചെയ്ത് വന്നുകൊണ്ടിരിക്കുകയായിരുന്നു. തദ്ദേശ സമയത്തും ചർച്ച ചെയ്തു, അതിനുശേഷം തദ്ദേശം കഴിഞ്ഞ് ചുരുങ്ങിയ മാസങ്ങളിലുള്ളിലും വാർത്താ പ്രാധാന്യമുള്ള ഒരുപാട് വിഷയങ്ങളുണ്ടായിരുന്നു. അതിൽ ഭരണ മികവിനെ പറ്റിയിട്ടുള്ള അവരുടേതായിട്ടുള്ള ഒരുപാട് PR നമ്മൾ കണ്ടിട്ടുണ്ട്. ജനങ്ങൾക്ക് ഞങ്ങൾ ഇപ്പോഴും ആവശ്യമുണ്ട്. വെറുതെ കോൺഗ്രസ് പറയുകയാണ് കോൺഗ്രസിനൊരു മുഖ്യമന്ത്രി ഉണ്ടോ? ഇതായിരുന്നു അല്ലെങ്കിൽ ഭരണപക്ഷത്തിന്റെ ഭാഗത്തുനിന്നുണ്ടായ പ്രധാന ചോദ്യം. ഞങ്ങൾക്ക് കൃത്യമായിട്ടൊരാളുണ്ട്, ഞങ്ങളുടെ പ്രതിനിധി ഇതാണ്, ഇങ്ങനെയാണ് ഞങ്ങൾ മുന്നോട്ട് പോകുന്നത്. പക്ഷേ അത് കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടതാണ്, സുധാകരനുമായി ബന്ധപ്പെട്ട് ഒരു നിർണായകമായിട്ടില്ല. അങ്ങനത്തെ പ്രശ്നങ്ങൾ നിലനിൽക്കുന്നുണ്ടോ? കാരണം ഇന്ന് അല്ലെങ്കിൽ അടുത്ത ദിവസങ്ങളിലേക്ക് ശക്തമായി മുന്നണികൾ പോരാടാൻ വേണ്ടി തുടങ്ങുന്ന ദിവസമാണ്, പ്രചരണത്തിന് ഇറങ്ങുന്ന ദിവസമാണ്. അല്ല, അവർക്കൊരു മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി ഉണ്ടെന്നും ഞങ്ങൾ ഇന്ന ആളാണെന്ന് പറയുന്നത് തന്നെയാണ് ഞങ്ങളുടെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ്. കാരണം ഇനി പിണറായി വിജയൻ വരരുത് എന്ന് ചിന്തിക്കുന്നവരാണ് CPM. ഞാൻ പറഞ്ഞല്ലോ, പ്രാദേശിക നേതൃത്വം ഉൾപ്പെടെയുള്ള അണികൾ പോലും ഇനി പിണറായി വിജയൻ വരരുത് എന്നുള്ളതാണ്. ഒരുപക്ഷെ LDFന് ഈ തെരഞ്ഞെടുപ്പിൽ പിണറായി വിജയൻ ഇനി മുഖ്യമന്ത്രി ആവില്ല എന്ന് പ്രഖ്യാപിച്ചാൽ ഞങ്ങൾക്ക് ടൈറ്റ് ആവും, മത്സരം ടൈറ്റ് ആവും. കാരണം ധർമ്മടത്ത് അദ്ദേഹമാണ് പുതിയ പ്രഖ്യാപനം വന്നിട്ടുണ്ട്. ആദ്യത്തെ പോസ്റ്റർ വന്നത് തെരഞ്ഞെടുപ്പിന്റെ ഡേറ്റ് വന്നപ്പോൾ ആദ്യത്തെ അല്ലെങ്കിൽ ഭരണപക്ഷത്തിന്റെ ആദ്യത്തെ പോസ്റ്റർ ധർമ്മടത്ത് ഞങ്ങളുടെ നേതാവ് ഇതാ മത്സരിക്കുന്നു, അതാണ് ആദ്യത്തെ പോസ്റ്റർ. അതൊരു ചെക്ക് വെക്കുന്ന രീതിയാണ്. കാരണം ഇത് എല്ലാം കഴിഞ്ഞ തവണ നമ്മൾ തദ്ദേശ സമയത്ത് കണ്ടതാണ്. നിങ്ങളൊക്കെ സർക്കാരിനെ കുറ്റം പറഞ്ഞപ്പോൾ ഞങ്ങൾ ഇതാ പുതിയ കാർ എടുത്തു എന്ന് പറഞ്ഞ പോലെ, കാരണം ഇനി ഞങ്ങൾ ഇവിടെ ഭരിക്കുമെന്ന രീതിയിൽ
ധർമ്മടത്തിന്റെ ആദ്യ പോസ്റ്റർ ഇറക്കിക്കൊണ്ട് ഭരണം ഞങ്ങൾ എടുക്കാൻ പോവാന്നുള്ള ആദ്യ രീതിയിലുള്ള ചെക്ക് അവിടുന്ന് വന്നിട്ടുണ്ട്. അല്ല, അത് ചെക്കല്ല, അത് കാലാളിനെ മരിക്കാൻ വിടുന്നതിന് തുല്യമാണെന്നുള്ളതാണ്. കാരണം പിണറായി വിജയൻ ഇനി വരാൻ പാടില്ല എന്നുള്ളത് ജനങ്ങളുടെ നിശ്ചയദാർഢ്യമാണ്. പിണറായി വിജയൻ വരരുത് എന്നുള്ളൊരു നിശ്ചയം. കാരണം CPM-നേക്കാൾ കൂടുതൽ ഇന്ന് ജനങ്ങൾ പിണറായി വിജയൻ വരരുത് എന്ന് ആഗ്രഹിക്കുന്നവരാണ്. സാധാരണ CPM, ഞാനല്ലോ CPM-ന്റെ പ്രവർത്തകർ ഉൾപ്പെടെ ഇനി വരരുത് എന്ന് ആഗ്രഹിക്കുന്നവരാണ്. ഒരു സർവാധിപത്യം വന്നാൽ എന്ത് സംഭവിക്കും എന്നുള്ളതിൻ്റെ ഒരു ക്ലാസിക് ഉദാഹരണമാണ് കഴിഞ്ഞ 5 വർഷം നടന്നത്. ഒരു തരത്തിൽ ഞങ്ങളൊക്കെ ചർച്ചയിൽ ഇപ്പോൾ വലിയ രീതിയിൽ ഇവർ ഒരു കള്ളപ്രചരണം നടത്താനായിട്ട് ശ്രമിക്കുന്നുണ്ട്. ആ കള്ളപ്രചരണം നടത്തുമ്പോഴെല്ലാം ഞങ്ങൾ ചോദിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യങ്ങൾക്ക് CPM-ന്റെ ഒരു പ്രതിനിധിക്കും മറുപടിയില്ല. നിങ്ങളിപ്പോൾ കഴിഞ്ഞ ദിവസം ട്രെൻഡിങ് ചെയ്തിട്ടുള്ള വീഡിയോകളൊക്കെ നോക്കിയാൽ അറിയാം. CPM-ന്റെ 2 പ്രതികളോട് ഒരു ചർച്ചയിൽ ഞാൻ ചോദിച്ചു, നിങ്ങൾ കഴിഞ്ഞ 10 വർഷം കൊണ്ട് ആവിഷ്കരിച്ച് പണം കണ്ടെത്തി നടപ്പിലാക്കിയ ഒരൊറ്റ ബിഗ് ടിക്കറ്റ് പ്രോജക്റ്റിന്റെ പേര് പറയൂ എന്ന് ചോദിച്ചാൽ അവർക്കത് പേര് പറയാനില്ല. വിഴിഞ്ഞം പ്രോജക്റ്റ് ഇവർ നടപ്പാക്കിയതല്ല, ഹൈവേ ഇവർ നടപ്പാക്കുന്നതല്ല. ഹൈവേ ഇപ്പൊ മിണ്ടുന്നില്ല, കാരണം പല സ്ഥലത്തും ഇടിഞ്ഞു വീണോടെ ഹൈവേയുടെ സർക്കാർ പറഞ്ഞല്ലോ ദേശീയപാതയിൽ ഞങ്ങൾക്ക് പങ്കില്ല എന്നുള്ളത്. രക്ഷാകർത്തത്വമൊക്കെ ഇവർ ഒഴിഞ്ഞു. പിന്നെ മെട്രോയുടെ കാര്യത്തിൽ 1 കിലോമീറ്റർ പോലും 10 വർഷം കൊണ്ട് അധികമായിട്ട് ഓപ്പറേഷണൽ ആക്കാൻ പറ്റിയില്ല എന്ന് അതിനേക്കാൾ വലിയ പരാജയമുണ്ടോ? നമ്മൾ കൊച്ചിയിലിരിക്കുന്നവരാണ്. ആലുവയിൽ നിന്ന് 3 വർഷം കൊണ്ടാണ് നമ്മൾ പാലാരിവട്ടം വരെ പണി തീർത്ത് ട്രയൽ റൺ കഴിഞ്ഞത്. അത് കഴിഞ്ഞതിന് ശേഷം അപ്പോൾ തന്നെ മഹാരാജാസ് വരെയുള്ള പണി തീർന്നിരുന്നു. പിന്നെ ട്രയൽ റൺ മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്. ഇവർ അധികാരത്തിൽ കയറി മാസങ്ങൾക്കുള്ളിൽ തന്നെ കൊച്ചി മെട്രോ ഇവർക്ക് ഉദ്ഘാടനം ചെയ്യാൻ പറ്റി. അത്രമാത്രം പണി തീർത്താണ്. 3-5 വർഷത്തെ കാലയളവ് കൊണ്ട് ആവിഷ്കരിച്ച് പണം കണ്ടെത്തി നടപ്പിലാക്കാൻ കഴിഞ്ഞൊരു പ്രോജക്റ്റാണ്. അത് തൃപ്പൂണിത്തുറ വരെ, ആദ്യത്തെ ഘട്ടത്തിൽ തൃപ്പൂണിത്തുറ വരെ ചെയ്ത് കഴിഞ്ഞു പോയത് സംഭവമാണ്. അത് കഴിഞ്ഞ് കാക്കനാടൊക്കെ ഉള്ളത് 2ാം ഫേസിന്റെ ആദ്യത്തെ അനുമതി ഉൾപ്പെടെ മേടിച്ചതാണ്. എല്ലാം കഴിഞ്ഞ 10 വർഷം കൊണ്ട് 1 കിലോമീറ്റർ ഓപ്പറേഷനിലാക്കാൻ ഇവർക്ക് പറ്റിയോ? ഇല്ല എന്നുള്ളതാണ് എൻ്റെ അർത്ഥം. പറ്റിയിട്ടില്ല. നമ്മളിവിടെ സ്മാർട്ട് സിറ്റി കൊണ്ടുവന്നു. സ്മാർട്ട് സിറ്റി 90,000 പേർക്ക് തൊഴിൽ ലഭിക്കുന്ന വലിയ ഒരു പ്രോജക്റ്റാണ്. അത് പൂർത്തിയാക്കാൻ കഴിഞ്ഞില്ല. തിരുവനന്തപുരം, കൊച്ചി, കോഴിക്കോടും ലൈറ്റ് മെട്രോ പദ്ധതി നമ്മുടെ മുന്നിലുണ്ടായിരുന്നു. അത് നടപ്പാക്കാൻ കഴിഞ്ഞു? അവർക്ക് ചെയ്യാൻ പറ്റിയിട്ടില്ല. വിഴിഞ്ഞം പദ്ധതി ഇവർ അവകാശപ്പെടുന്നു. പക്ഷേ വിഴിഞ്ഞത്ത് നിന്ന് പുറത്തേക്കുള്ള പോകേണ്ട ഏറ്റവും വലിയ കണക്റ്റീവ് ആയിട്ടുള്ള റോഡ് കണക്ടിവിറ്റിയും റെയിൽ കണക്ടിവിറ്റി ഇവർക്ക് ഉണ്ടാക്കാൻ കഴിഞ്ഞോ 10 വർഷം കൊണ്ട്? പറ്റിയിട്ടില്ല. അപ്പോൾ എവിടെയെങ്കിലൊക്കെ എന്തെങ്കിലുമൊക്കെ ചെയ്തു എന്നുള്ള കാര്യം എടുത്തുകൊണ്ട് അതാണ് മുഴുവൻ നിന്ന് സ്ഥാപിക്കാൻ ശ്രമിക്കുന്ന PR വർക്കാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അതിന്റെ ഭാഗമായിട്ടാണ് വരുന്ന പരസ്യങ്ങളും സർക്കാരിന്റെ ഫണ്ട് ഉൾപ്പെടെ ദുരുപയോഗം ചെയ്തു പോകുന്നത്. അങ്ങനെ വരുമ്പോൾ സ്വാഭാവികമായിട്ടും ഇതിന്റെ ദുരിതം അനുഭവിച്ച മനുഷ്യർക്ക് കൂടുതൽ ചിന്തയാണ് ഉണ്ടാവുന്നത്. ഈ പറയുന്നത് കള്ളമാണെന്ന് അനുഭവം കൊണ്ട് മനസ്സിലാക്കിയവരാണ് ഇവരെല്ലാം. കേരളത്തിലെ ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ ഉൾപ്പെടെയുള്ള താഴത്തേക്കുള്ള സംവിധാനത്തേക്ക് പോകുന്നവർക്ക് അവിടെ ഏതെങ്കിലും ഒരു ഹൃദയമാറ്റ ശസ്ത്രക്രിയ നടത്തിയതിന്റെ വലിയ പൊലിപ്പിച്ച PR കഥകൾ പറയുമ്പോൾ അതല്ല, അവരവിടെ ചെന്നപ്പോൾ അനുഭവിച്ച ദുരിതം എന്താണെന്ന് അറിയുന്നവരാണ്. അപ്പൊ സ്വാഭാവികമായിട്ടും നിങ്ങൾ കള്ളമാണ് പറയുന്നത് എന്നുള്ളത് മനസ്സിലാവും. ഈ PR വർക്ക് ഇന്ന് സത്യം പറഞ്ഞാൽ BJP-യുടെ PR ശൈലി ഇവർ കടമെടുത്തിരിക്കുകയാണ്. ചെറിയ ചെറിയ ഓരോ രംഗത്തും നടക്കുന്ന കാര്യങ്ങളെ പർവ്വതീകരിച്ച് അത് വലിയ നേട്ടമാണ് എന്ന് സ്ഥാപിക്കാൻ. ഏതെങ്കിലും ഒരാൾ വന്ന് കേരളത്തെ അഭിനന്ദിച്ചാൽ അത് ഞങ്ങളാണ്, ഈ ഗവൺമെന്റിനെ കുറിച്ചാണ് അഭിനന്ദിച്ചത് എന്ന് പറയുന്നത്. കാരണം കേരളത്തിന്റെ ആരോഗ്യരംഗത്തും വിദ്യാഭ്യാസ രംഗത്തെക്കുറിച്ചും ഇന്ത്യയിലുള്ള എല്ലാവർക്കും മതിപ്പുണ്ട്. അത് ഏതെങ്കിലും ഒരു ഗവൺമെന്റ് അല്ല, കാലാകാലങ്ങളായിട്ട് മാറി വന്നതാണ്. പക്ഷെ കേരളത്തെ ഇത് ചെയ്താൽ BJP ആൻഡ് രാജ്യം എന്ന് പറയുന്നത് ഇന്ത്യ BJP ആണ് എന്ന് പറയും, അല്ലെങ്കിൽ BJP എന്ന് പറഞ്ഞാൽ നരേന്ദ്രമോദി എന്ന് പറഞ്ഞാൽ ഈ രാജ്യമാണെന്ന് പറയുന്ന പോലെ അതേ ശൈലി ഇവിടെ എടുത്തിരിക്കുക. ഇനി നോക്കൂ, ഇപ്പോൾ പുതിയ ഇവരുടെ ക്യാമ്പയിൻ എന്താ? 10 വർഷം ഭരണത്തിലിരുന്ന ഒരു ഗവൺമെന്റിന്, അധികാരത്തിലിരുന്ന ഒരു ഗവൺമെന്റിന് ഭരണ നേട്ടങ്ങൾ പറഞ്ഞ് PR ചെയ്യാൻ പറ്റുന്നില്ല. പകരം പ്രതിപക്ഷ നേതാവിന്റെ നുണകൾ എന്ന് പറഞ്ഞുകൊണ്ട് ഉണ്ടാക്കുക. 3 പേജ് ഇപ്പൊ പൂട്ടിപ്പോയി. തീർച്ചയായും പല ഇടങ്ങളിൽ അല്ലെങ്കിൽ പല ചർച്ചകളിലും കേട്ടിട്ടുള്ള ഒരു കാര്യമാണ്. 10 വർഷം മുൻപുള്ള കേരളമാണോ ഇപ്പോഴൊന്നും നിങ്ങൾ നോക്കൂ. 10 വർഷം മുൻപ് ഇത്രയധികം നല്ല റോഡുകൾ ഉണ്ടായിരുന്നില്ല, ഇത്രയധികം സർവീസുകൾ പലയിടത്തേക്ക് ഉണ്ടായിരുന്നില്ല, സ്ട്രീറ്റ് ലൈറ്റുകൾ ഉണ്ടായിരുന്നില്ല, അല്ലെങ്കിൽ ഇത്ര അധികം പദ്ധതികൾ ഇവിടെ ഉണ്ടായിട്ടില്ല. ഇതൊക്കെ ഞങ്ങൾ വന്നതിന് ശേഷമാണ് ഉണ്ടായിട്ടുള്ളത്. ഏത് റോഡാണ് പുതുതായിട്ടുണ്ടായത്? ഇത് സർക്കാരിന്റെ ഞാൻ ചോദിക്കുന്നത്, നമ്മൾ ചോദിക്കുന്നത് ഏത് റോഡാണ് പുതുതായിട്ടുണ്ടായത്? ഈ നാട്ടിൽ നടന്നുണ്ടായിരുന്ന റോഡുകളെല്ലാം ടാർ ചെയ്യാതിരുന്ന കാലം ഉണ്ടായിട്ടുണ്ടോ? VS അച്യുതാനന്ദന്റെ കാലത്ത് ഹൈക്കോടതി എടുത്തിട്ട് അലക്കിയിട്ടില്ലേ VS അച്യുതാനന്ദൻ റോഡിന്റെ കാര്യത്തിൽ? ഇല്ലേ? നമ്മൾ ഇന്ന് എന്താ സംഭവിക്കുന്നത്? ഇന്ന് സംഭവിക്കുന്നത് നിലവിലുണ്ടായിരുന്ന റോഡ് ടാർ ചെയ്ത് കഴിഞ്ഞാൽ ആ ടാർ ചെയ്തതിന്റെ വീഡിയോ എടുത്തിട്ട് ഞങ്ങൾ റോഡ് ഉണ്ടാക്കിയത് PR ഇടുകയാണ്. പുതിയ റോഡല്ല, നിലവിലുള്ള റോഡുകൾ ടാർ ചെയ്ത് കഴിയുമ്പോൾ ആ ടാർ ഇപ്പൊ ഇന്നിപ്പോ ഏറ്റവും പുതിയ ടെക്നോളജി ഉണ്ട്. ആ ടെക്നോളജി ഉപയോഗിച്ചുകൊണ്ട് ടാർ ചെയ്താൽ
അത് പുതിയ റോഡാവുന്നില്ലല്ലോ, പഴയ റോഡ് ടാർ ചെയ്തതല്ലേ ഉള്ളൂ. അപ്പൊ ഇത് മറ്റൊരു രീതിയിൽ അവതരിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ്. ഇപ്പൊ പറയുന്നു പവർ കട്ടില്ലാത്ത കേരളം. പവർ കട്ടില്ലാത്ത കേരളം എന്ന് പറയുന്നതിന്റെ പൊള്ളയിൽ ഒറ്റ കാര്യം ഇവരോട് ചോദിച്ചാൽ മതി. പവർ കട്ടില്ലാത്ത കേരളം എന്ന് സ്ഥാപിക്കാൻ വേണ്ടി നിങ്ങൾ കഴിഞ്ഞ 10 വർഷം കൊണ്ട് എത്ര മെഗാവാട്ട് വൈദ്യുതി നിങ്ങൾ ഉൽപ്പാദിപ്പിച്ചു? അതിന് മറുപടി ഉണ്ടോ? കേരളത്തിൽ പവർ കട്ട് ഇല്ലാതാക്കി എന്നിവർ അവകാശപ്പെടുമ്പോൾ എത്ര മെഗാവാട്ട് വൈദ്യുതി നിങ്ങൾക്ക് അധികമായി ഉൽപ്പാദിപ്പിക്കാൻ സാധിച്ചു? നമുക്കറിയാലോ, ഈ ഇടുക്കിയിൽ ഉൾപ്പെടെയുള്ള ജനറേറ്ററുകൾ തകരാറിലായി കിടന്ന വർഷങ്ങളോളം ഏകദേശം തകരാറിലായി കിടന്ന സാഹചര്യം നമുക്കറിയാലോ. എങ്ങനെയാണ് കേരളത്തിന്റെ പവർ കട്ട് മാറിയത്? പവർ കട്ട് മാറിയത് മറ്റേ ഇടമൺ കോറിഡോർ വന്നതോടുകൂടി, പവർ കോറിഡോർ വന്നതോടുകൂടി നമുക്ക് കോമൺ പൂളിൽ നിന്ന് ഇത് വൈദ്യുതി മേടിക്കാനുള്ള സാഹചര്യം കുറെ കൂടി കണക്ടിവിറ്റി കിട്ടി. അപ്പൊ ആ ഒരു രീതിയിൽ സർക്കാരിന് അതിൽ പങ്കൊന്നും ഇല്ല എന്നാണോ പറയുന്നത്? സർക്കാരിന് കാര്യമായിട്ട് സർക്കാരിന് അതിനകത്ത് പങ്കുണ്ട് എന്ന് പറയണമെങ്കിൽ എത്ര മെഗാവാട്ട് വൈദ്യുതി ഇവർക്ക് ഉൽപ്പാദിപ്പിക്കാൻ സാധിച്ചു എന്ന് പറയണം. അപ്പൊ ആ ഒരു ചോദ്യത്തിന് സർക്കാർ ഉത്തരം പറയേണ്ടി വരും. അതിന് മറുപടിയില്ല. അതാണ് ഞാൻ സൂചിപ്പിച്ചത്. ഇവർക്ക് മറുപടിയില്ലാത്ത കുറെ കഥകൾ ഇവരൊരു സംവിധാനം ഉപയോഗിച്ചും ഇവരുടെ ഭരണ സംവിധാനം ഉപയോഗിച്ചും പേപ്പറുകളിലൂടെയും മാധ്യമങ്ങളിലൂടെയും എല്ലാം അച്ചടിച്ച് പുറത്തുവിടുകയാണ്. ഇതിനോട് ചോദിച്ച മറുപടി ഇതാണ് ഞാൻ പറഞ്ഞത്. ഞാൻ പല ആൾക്കാർക്കും ചിലപ്പോൾ ഈ ഇന്റർവ്യൂ കേൾക്കുമ്പോൾ ഓർമ്മ വരും. DYFIയുടെ നേതാവായിട്ടുള്ള 2 നേതാക്കന്മാർ ചർച്ചകളിൽ ഇരുന്നിട്ട് ഈ പറഞ്ഞ ഒരു പദ്ധതിയെക്കുറിച്ച് നിങ്ങൾ പറയൂ എന്ന് പറഞ്ഞിട്ട് മാധ്യമങ്ങൾ നിങ്ങൾക്ക് പറയാനില്ലേ എന്ന് ചോദിക്കുമ്പോൾ പോലും ഒരു പദ്ധതിയെക്കുറിച്ച് പോലും പറയാൻ ഇവർക്കില്ല. നിങ്ങളുടെ ഓർമ്മയിൽ ഈ സർക്കാർ ആവിഷ്കരിച്ച് പണം കണ്ടെത്തി നടപ്പിലാക്കിയ ഒറ്റ പദ്ധതി നിങ്ങൾ ഉദ്ഘാടനം ചെയ്ത ഒരുപാട് പദ്ധതികളുണ്ട്. അത് വേറെ കാര്യം. ഇവർ ആവിഷ്കരിച്ച് പണം കണ്ടെത്തി നടപ്പിലാക്കിയ ഒരു പദ്ധതി, അങ്ങനത്തെ പദ്ധതികൾ കുറവല്ല. ഏത് ഒരെണ്ണം പറയട്ടെ. സർക്കാരുകളുടെ അല്ലെങ്കിൽ സർക്കാരിന്റെ ഈ PR പേജുകൾ എടുത്ത് നോക്കുകയാണെങ്കിൽ നമുക്ക് നിരവധി പദ്ധതികൾ കാണാൻ പറ്റും, നിരവധി ഉദ്ഘാടനങ്ങൾ കാണാൻ പറ്റും. 10 വർഷം പോരെ ഒരു പദ്ധതി നടപ്പാക്കാൻ? തീർച്ചയായും മതി. ആ 10 വർഷം കൊണ്ട് ഇവർക്ക് നടപ്പാക്കാൻ കഴിഞ്ഞില്ല, അല്ലെങ്കിൽ ഒരു പദ്ധതി ഏറ്റെടുത്ത് പറയാൻ കഴിയുന്നില്ല എന്ന് പറഞ്ഞാൽ അതിൽ ഏറ്റവും വലിയ പരാജയം എന്താണ്? കിഫ്ബി വഴിക്ക് ഭയങ്കരമായിട്ടുള്ള ഇതുണ്ടാക്കി എന്ന് പറയുന്നത്. കിഫ്ബി 91,000 കോടി രൂപയുടെ പദ്ധതികൾ എടുത്തു. അതിനകത്ത് 36,000 കോടി എങ്ങാണ്ടാണ്. എൻ്റെ കൃത്യമായിട്ട് എനിക്കിപ്പോൾ കണക്ക് എനിക്ക് ഓർമ്മയില്ല. അത്ര ഏകദേശം പകുതിയോളം വരുന്ന തുകയ്ക്ക് മാത്രമാണ് ഭരണാനുമതി കൊടുത്തിട്ടുള്ളത്. അത് പൂർത്തീകരിച്ച് ചെലവാക്കിയത് 25,000 കോടിക്ക് താഴെയാണ്. മനസ്സിലായോ? ഇവർ പറയുന്ന കള്ളത്തരത്തിന്റെ പൊള്ളത്തരം ഇതാണ്. എന്ന് വെച്ചാൽ പദ്ധതികൾ എടുത്തിരിക്കുന്ന തുക ഇവർ കിഫ്ബി വഴി നടപ്പാക്കിയ പദ്ധതിയാണെന്ന് പറയുക. 1,00,000 കോടി രൂപയ്ക്കടുത്ത് പദ്ധതികൾ കിഫ്ബി ഏറ്റെടുത്തു. ഈ പദ്ധതി ഭരണാനുമതി കിട്ടിയത് വെച്ചാൽ അതിന്റെ ടെക്നിക്കൽ സാങ്ഷൻ എല്ലാം കഴിഞ്ഞ് അഡ്മിനിസ്ട്രേറ്റീവ് സാങ്ഷൻ കിട്ടണം. അഡ്മിനിസ്ട്രേറ്റീവ് സാങ്ഷൻ കിട്ടിയിരിക്കുന്നത് ഇതിന്റെ പകുതി തുകയ്ക്കാണ്. ഇനി ഇത് നടപ്പാക്കി ചെലവഴിച്ചിട്ടുള്ള ഏകദേശം 25,000 കോടി രൂപയാണ്. 10 വർഷം കൊണ്ട് 25,000 കോടി രൂപയാണ് കിഫ്ബിയിലൂടെ ചെലവഴിച്ചതെങ്കിൽ ഒരു വർഷം 2,500 കോടിയാണ്. ആ 2,500 കോടി എന്ന് പറയുന്നത് നമ്മുടെ ബജറ്റിന്റെ എത്ര ശതമാനം ആലോചിച്ച് നോക്ക്. ഇനി കിഫ്ബി എന്തിനാണ് ഉണ്ടാക്കിയത്? ബിഗ് ടിക്കറ്റ് പ്രോജക്ട്സിന് വേണ്ടിയാണ്. എന്ന് വെച്ചാൽ മെട്രോ പോലെ, ലൈറ്റ് മെട്രോ പോലെ, അല്ലെങ്കിൽ അത്തരത്തിലുള്ള വലിയ അടിസ്ഥാന സൗകര്യങ്ങൾ ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ടാണ്. ഇപ്പൊ എന്താ ചെയ്യുന്നത്? സ്കൂളിലെ കക്കൂസ് ഉണ്ടാക്കുന്നത്, സ്കൂൾ കെട്ടിടം ഉണ്ടാക്കുന്നത്, ഹോസ്പിറ്റൽ കെട്ടിടം ഉണ്ടാക്കുന്നത്, ഇതെല്ലാം ഇന്ന് കിഫ്ബിയാണ്. പിന്നെ എന്തിനാണ് PWD വകുപ്പ്? ഈ പറയുന്ന റിയാസിന് റീലിട്ട് കളിക്കാൻ വേണ്ടി മാത്രമാണ് PWD വകുപ്പ്. ഈ സ്കൂൾ കെട്ടിടങ്ങളും അവിടുത്തെ ടോയ്ലറ്റും അവിടുത്തെ കാനകളും എല്ലാം ഉണ്ടാക്കിയിരുന്നത് ഈ PWD അല്ലേ ഇതിനു മുമ്പ്? അതെന്താ കിഫ്ബിയുടെ ആവശ്യം? അപ്പം പരാജയത്തിന്റെ പടുകുഴിയിൽ നിൽക്കുമ്പോഴും ഈ പറയുന്നൊരു PR-ലൂടെ ഇവരെന്തോ വലിയ നേട്ടമുണ്ടെന്ന് പറയാൻ സ്ഥാപിക്കുന്നതിനപ്പുറം ഒന്നുമില്ല. അപ്പൊ കോൺഗ്രസിന്റെ അജണ്ട എന്താണ്? ഇലക്ഷൻ നാളുകൾ അടുത്തു കഴിഞ്ഞു. അപ്പോൾ ഒരുപാട് പ്രവർത്തനങ്ങൾ ഓൾറെഡി നടത്തി കഴിഞ്ഞിട്ടുണ്ട്. നിങ്ങളുടേതായിട്ടുള്ള പുതിയ യാത്രകൾ നടത്തിയിട്ടുണ്ട്, ജനങ്ങളിലേക്ക് എത്തിയിട്ടുണ്ട്. ഇനി നിങ്ങളുടെ അജണ്ട എന്താണ്? ആകെ ചുരുങ്ങിയ നാളുകൾ മാത്രമേ ഉള്ളൂ. ഇനി സ്റ്റാർ മണ്ഡലങ്ങളിലേക്കുള്ള മിക്ക സ്ഥാനാർത്ഥികളുടെ പേരുകളൊക്കെ നിർണായകമായിട്ടുണ്ട്. ബാക്കിയുള്ളിടത്ത് മാത്രമേ ഇനി നിർണായകം വരാനുള്ളൂ. ഇതേപോലെ ഭരണപക്ഷത്തിന്റെ മികവ് കുറഞ്ഞ അല്ലെങ്കിൽ മികവില്ലാത്ത കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് നിങ്ങളുടേതായിട്ടുള്ള വികസന പദ്ധതികൾ മുന്നോട്ട് വെക്കുകയാണോ? കോൺഗ്രസിന്റെ അജണ്ട പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള ഭരണം കഴിഞ്ഞ 10 വർഷം തകർത്ത കേരളത്തെ തിരിച്ചു പിടിക്കുക എന്നുള്ളത്. സാമ്പത്തികമായി തകർത്ത ഒരു ഗവൺമെന്റാണ്, സാമ്പത്തികമായി തകർത്ത് കളഞ്ഞൊരു ഗവൺമെന്റാണ് കേരളത്തെ. അത് തിരിച്ചു പിടിക്കണം. ആരോഗ്യരംഗം ഏറ്റവും നിഷ്ക്രിയവും ഏറ്റവും വലിയ വെന്റിലേറ്റർ എന്ന് പറയാവുന്ന അവസ്ഥയിലാണ് ആരോഗ്യരംഗം. താലൂക്ക് ആശുപത്രികൾ മുതൽ താഴത്തേക്ക് മതിയായ ഡോക്ടർമാരും ജീവനക്കാരും ഇല്ലാത്തതിൻ്റെ പേരിൽ ജനങ്ങൾ ദുരിതം അനുഭവിച്ചുകൊണ്ടിരിക്കുക.
വിദ്യാഭ്യാസ രംഗത്ത് 13 സർവകലാശാലകളിൽ 12 സർവകലാശാലയിൽ വൈസ് ചാൻസലർമാരില്ല. 64ഓളം വരുന്ന ആർട്സ് ആൻഡ് സയൻസ് കോളേജിൽ പ്രിൻസിപ്പൽമാരില്ല. ഇതാണ് ഇന്നത്തെ വിദ്യാഭ്യാസ രംഗത്തിൻ്റെ അവസ്ഥ. നമ്മുടെ പെൻഷനുകൾ കാലാകാലങ്ങളായി പരിഷ്കരിക്കപ്പെടേണ്ട പെൻഷൻ പരിഷ്കരിക്കപ്പെട്ടിട്ടില്ല. ഭവന പദ്ധതി ഉമ്മൻചാണ്ടി സർക്കാർ 5 വർഷം കൊണ്ട് 4.5 ലക്ഷം വീടുകൾ പണിതപ്പോൾ പിണറായി വിജയന് 10 വർഷം കൊണ്ട് 5 ലക്ഷം എത്തിക്കാൻ പറ്റിയിട്ടില്ല. അതാണ് ഭവന പദ്ധതിയുടെ അവസ്ഥ. ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ അടിസ്ഥാന സൗകര്യ മേഖല ഉൾപ്പെടെയുള്ള വികസനങ്ങളിലെല്ലാം നമുക്ക് വലിയ പോരായ്മകൾ ഉണ്ടായിട്ടുണ്ട്. വലിയ ഒരു തകർന്ന അവസ്ഥയുണ്ട്. നമ്മുടെ ചെറുപ്പക്കാർക്ക് ഇവിടെ അവസരങ്ങളില്ല, അവർക്ക് പഠിക്കാൻ കഴിയുന്നില്ല എന്ന് പറഞ്ഞ അവസ്ഥ. നമ്മുടെ സിലബസുകൾ ഉൾപ്പെടെ കാലികമായിട്ട് പരിഷ്കരിക്കപ്പെട്ടിട്ടില്ല. അപ്പം നമ്മൾ കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഒരു രാഷ്ട്രീയമായ ആരോപണത്തിനപ്പുറം UDF അധികാരത്തിലേക്ക് എത്തിയാൽ ഈ കേരളത്തെ എങ്ങനെ മാറ്റാൻ കഴിയും എന്നുള്ളതിനെ സംബന്ധിച്ച് കൃത്യമായൊരു ബ്ലൂ പ്രിന്റ് ജനങ്ങളുടെ മുന്നിൽ വെച്ചു. ഞങ്ങൾ ഹെൽത്ത് കോൺക്ലേവ് നടത്തി, ഞങ്ങൾ ബിസിനസ് കോൺക്ലേവ് നടത്തി, അതുപോലെ തന്നെ ഞങ്ങൾ മറ്റുള്ള കാര്യങ്ങളെ സംബന്ധിച്ച് വൈഡ് ഡിസ്കഷൻസ് നടത്തി. അതിനനുസരിച്ച് നമ്മൾ കൃത്യമായിട്ടൊരു അജണ്ട മുന്നോട്ട് വെച്ച്, പദ്ധതികൾ മുന്നോട്ട് വെച്ച്, അതാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചത്, ജനങ്ങൾക്ക് UDFന്റെ ഭരണത്തിൽ ഉണ്ടാവാൻ പോകുന്ന വിശ്വാസം അതായിരിക്കും. ആ വിശ്വാസം ഞങ്ങൾ ഉണ്ടാക്കി കഴിയും. അതിനോടൊപ്പം തന്നെ പിണറായി വിജയനെ സംബന്ധിച്ചോളമുള്ള ജനവിരുദ്ധ ഭരണവിരുദ്ധ വികാരം അതിൻ്റെ ഉച്ചസ്ഥായിൽ നിൽക്കുകയാണ്. അപ്പോൾ തീർച്ചയായിട്ടും വിജയം UDFന് 100 സീറ്റുകൾക്ക് മേലുണ്ടാവുന്നുള്ള കാര്യത്തിൽ തർക്കമൊന്നുമില്ല. അത് വന്നാൽ കാലകാലങ്ങളായിട്ട് നമ്മൾ കണ്ടിട്ടുള്ള ഗവൺമെൻറ്റുകളെക്കാൾ നല്ല രീതിയിൽ പ്രവർത്തനം, കാരണം വലിയ വെല്ലുവിളിയുണ്ട്, വലിയ വെല്ലുവിളി. ആ വെല്ലുവിളി കാരണം 6 ലക്ഷം കോടിയുടെ കടമാണ് ഈ പിണറായി വിജയൻ ഇന്നുണ്ടാക്കി വെച്ചിരിക്കുന്നത് ഇറങ്ങിപ്പോകുമ്പോൾ. അപ്പോൾ അത്തരത്തിലുള്ള ഒരു സാഹചര്യത്തിൽ ഇത് ചെയ്യാന്നുള്ള ദുഷ്കരമാണ്. പക്ഷെ ചെയ്യാൻ സാധിക്കുന്നതാണ്. അത് എഫിഷ്യൻ്റ് ആയിട്ടൊരു ഭരണ സംവിധാനം ഉണ്ടാക്കി കഴിഞ്ഞാൽ ചെയ്യാൻ കഴിയുന്നതാണ്. അത് തീർച്ചയായിട്ടും ഉണ്ടാവും എന്നുള്ളത് തന്നെയാണ്.